ഞാന് അപ്പൊ ട്രിവാൻഡ്രം എക്സ്പേർട്ട് ആയിട്ടുള്ള ബാബുവിനെ വിളിച്ചിട്ട് ബാബു പറയപ്പെടുന്ന അങ്ങനെ പറയണം ബാബു. അതെ, എക്സ്പേർട്ട് എന്ന് പറയപ്പെടുന്ന ബാബുവിനെ വിളിച്ചു. നമ്മുടെ പരിചയത്തിൽ ഒരാളുണ്ട്, കണ്ണും പൂട്ടി BMW ഒക്കെ പണിയും, അവിടെ കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞ ഓക്കെ എന്നാ പിന്നെ അവിടെ ചെന്നപ്പം ഞാൻ വണ്ടിയുടെ ഇത് മാറ്റം, എന്റെ AC-യുടെ മറ്റേ ഇത് പോയതായിരുന്നു, ആക്ച്വേറ്റർ മാറ്റി ഫിക്സ് ചെയ്ത പുള്ളി അത് അടിപൊളിയായിട്ട് പണിത് തന്നപ്പോഴത്തേക്കിന് ബാബുവിനെ വിളിച്ചിട്ട് താങ്ക് യു പറയാം. ബാബു പുള്ളി ഇതുപോലെ ഞാൻ പറഞ്ഞു. അന്നേരം ബാബുവിനോട് പറയാം, ഇവൾ ബ്രോ ഇത് നമുക്ക് അറിയാവുന്ന ആളെ, എന്തുണ്ടെങ്കിലും പുള്ളി എടുത്ത് കൊടുത്താൽ ഇവിടെയാണ് ഇവിടുത്തെ ഏകദേശം വണ്ടികളൊക്കെ ഇവിടെ പണിയുന്നതെന്ന്. അതും പറഞ്ഞ് വീട്ടിലോട്ട് പോയ അടുത്ത ദിവസമാണ് എന്റെ വണ്ടിക്ക് തുമ്മലും ചീറ്റലും വന്നു തുടങ്ങിയത്. അപ്പൊ എന്താ ബാബു എക്സ്പേർട്ട് പറഞ്ഞ രീതിയിൽ വർക്ക്ഷോപ്പില് ഞാൻ കൊണ്ടത് വണ്ടി കൊടുക്കുന്നു, എന്റെ വണ്ടിയോ എഞ്ചിൻ ഓവറോൾ ചെയ്യാൻ വേണ്ടിട്ട്. ഏകദേശം ഞാൻ പറഞ്ഞേക്ക് ഇടയ്ക്ക് പറയല്ലേ, എന്നാലും ഇത് പോവും. എന്നിട്ട് ഞാൻ വണ്ടി കൊണ്ടുവന്ന് കഴിച്ച് ഈ പറയുന്ന വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ടുവന്ന് കൊടുത്ത് 6 ലക്ഷം രൂപയുടെ ജെന്യുവിൻ BMW പാർട്സ് ഷോറൂം വഴി മേടിച്ച് കൊടുത്ത് 6 ലക്ഷം രൂപയുടെ പരിപാടി. എന്നിട്ട് ഞാൻ പുള്ളി എടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ ദുബായിലായിരുന്നു, അപ്പോൾ ദുബായിൽ നിന്ന് വന്നിട്ട് വണ്ടി പോയി കാണാന്നുള്ള രീതിയിലായിരുന്നു. ഞാനിവിടെ ഇതെല്ലാം ഡീലാക്കി ഇതാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളി പറഞ്ഞ് നമുക്കൊരു ലോഞ്ച് ഡേ വെക്കാം, ലോഞ്ച് ഡേറ്റ്, വണ്ടി ലോഞ്ച് ഒക്കെ ചെയ്യാം, എന്താ അടിപൊളിയായിട്ട് പെർഫോമൻസ് ഒക്കെ വേറെ ലെവലായിരിക്കും, ആദ്യം ഓടിച്ച വണ്ടി പോലെ ആയിരിക്കത്തില്ലെന്ന്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ, ഞാൻ പുള്ളിയോടൊരു ഡേറ്റ് വെച്ചിട്ട് ഞാൻ ദുബായിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് പുള്ളിയോട് ഡേറ്റ് വെച്ചിട്ട് പറഞ്ഞു വരാൻ. പുള്ളി ഒരു 3-4 ദിവസം പുള്ളി ഫോൺ എടുത്തില്ല കേട്ടോ. അപ്പോഴേ എനിക്ക് എന്തോ ഒരു സസ് തോന്നി, ഇത് ഇനി പുള്ളി പണി തന്നതാണോ എന്നുള്ള രീതിയിൽ സസ്. ഞാൻ ഇപ്പോൾ വിനീതിനോട് ചോദിച്ചപ്പോൾ വിനീത് പറഞ്ഞ് ഇല്ലടാ നമുക്ക് എന്തായാലും ഡേറ്റിലങ്ങ് പോവാം. പുള്ളിയെ വിളിച്ച് പറഞ്ഞിട്ട് എന്നിട്ട് ഞങ്ങൾ തലേന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ബ്രോ നമ്മൾ നാളെ വരുമോ, നാളെയാണ് പറഞ്ഞ ഡേറ്റ് എന്ന്. ഞാനങ്ങോട്ട് വീട്ടിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് ട്രിവാൻഡ്രം വരെ ഓടിച്ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഞാനൊരു വർക്ക്ഷോപ്പിൽ ചെന്നപ്പം ഞാൻ എന്നിട്ട് പുള്ളിയെടുത്ത് പറഞ്ഞ് പുള്ളി എൻ്റെ അടുത്ത് നേരെ കൊണ്ട് പറയാണ്, ബ്രോ ദേഷ്യപ്പെടല്ലേ, നമുക്ക് സമാധാനത്തോടെ സംസാരിക്കാം. ഞാൻ പറഞ്ഞ ഓക്കെ സമാധാനത്തോടെ സംസാരിക്കാം. പുള്ളി ലാസ്റ്റ് അവിടെ ചെന്നിട്ട് നേരെ എൻ്റെ അടുത്ത് പറയുവാണ്, പുള്ളി എൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് ഈ വണ്ടി ഈ എൻജിൻ തിരിച്ചു വെക്കാൻ അറിഞ്ഞൂടാ. എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബ്രോ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ട്, ഞാൻ അവിടോട്ട് ഫ്ലാറ്റ് ബെഡ് വിളിച്ച് അവിടെ കൊണ്ട് വിട്ടു തരാം, ഈ വണ്ടി പുള്ളിയെ കൊണ്ട് പണിക്കും. ഞാൻ പറഞ്ഞു ഇനി അവിടുത്തെ പൈസ ഞാൻ കൊടുക്കണോ ബ്രോ, എൻ്റെ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു നിന്റെ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ ഇത് പണിത് തരണോ. എന്നിട്ട് ഇവൻ അങ്ങോട്ട് നേരെ പോയി ഇവൻ്റെ ഒരു സ്പാനർ സ്ലിപ്പായി അതിന്റെ ഗ്ലാസ്സിൽ വീണ് ഗ്ലാസ് ഒന്ന് പൊട്ടിച്ച്. സത്യം, ഇത് തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു.